إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 173-ാമത്തെ വചനം ഉഹുദ് യുദ്ധത്തിന് ശേഷമുള്ള ചില സംഭവങ്ങളാണ്. അല്ലദീന യാദുൽ കൂട്ടർ ഖാല ലഹും അവരോട് പറഞ്ഞു, അന്നാസ് ജനങ്ങൾ അവരോട് പറഞ്ഞു, ആ സത്യവിശ്വാസികളോട് പറഞ്ഞു, ഇന്നന്നാസ നിശ്ചയമായും മനുഷ്യർ ഖദ് ജമഉ ലക്കും നിങ്ങൾക്ക് നേരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങളെ വധിക്കാനും നാമാവശേഷമാക്കാനും അതാ ഒരു വലിയൊരു സംഘം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം അതായത് മക്കയിൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാനും കൂട്ടരും പടച്ചുവിട്ടു. ചില മുനാഫിക്കുകൾ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു, ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ട് മദീനയിലേക്ക് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ എന്നുള്ളൊരു കിംവദന്തി അവർ പരത്തി മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്താൻ. അതൊക്കെയാണ് ഇതിന്റെ സന്ദർഭം എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ 1500ഓളം വരുന്ന സഹാബികളുമായി ആ ബദറിലേക്ക് വീണ്ടും യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. ബദറിലാണെങ്കിൽ കച്ചവടം നടക്കുന്ന വലിയൊരു കേന്ദ്രമാണ്. അങ്ങനെ ആ ബദറിൽ ഒരുമിച്ച് കൂടി. അതേസമയം ആ ബദറിൽ വെച്ചുകൊണ്ട് വീണ്ടും രണ്ടാമതൊരു ബദർ ആവർത്തിക്കാൻ വേണ്ടി മക്കത്ത് നിന്നും അബൂ സുഫിയാനും കൂട്ടരും ബദറിലേക്ക് അണിനിരന്നുകൊണ്ട് മുന്നേറുകയുണ്ടായി. പക്ഷേ പാതി വഴിയിൽ വെച്ച് അവർ പിന്തിരിഞ്ഞു പോകുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് അങ്ങനെ യുദ്ധമുണ്ടായില്ല. അതിനൊരു ബദറുൻ സഗീർ, അതായത് ചെറിയൊരു ബദർ എന്നൊരു പേരിലും അതറിയപ്പെടുന്നു ചരിത്രത്തിൽ. എന്നിട്ടവർ പറയുകയാണ്, ഫഖ്ശൗഹും, അതിനാൽ ആ ഒരുമിച്ച് കൂടിയ വലിയൊരു ശത്രു സംഘം മുസ്ലിമീങ്ങളെ നിങ്ങൾക്കെതിരെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫഖ്ശൗഹും, അവരെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? ഫസാദഹും ഈമാന, അത് മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്, വനിഅ്മൽ വകീൽ, പരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ് അവനെന്നാണ് മുഅ്മിനീങ്ങൾ പറഞ്ഞത്. ഇതേ വാചകം തന്നെയാണ് തീയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതും. അതേ വാചകത്തിന്റെ പിന്തുടർച്ചയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് അതാ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയൊരു സംഘമായി നിങ്ങളെ എതിർക്കാൻ വരുന്നു, നശിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളുടെയും ആ സത്യപ്രവാചകന്റെയും ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്, അവൻ പരമേൽപ്പിക്കാൻ എത്ര നല്ലവൻ എന്നുള്ള വാചകമാണ് അവിടെ വായിൽ നിന്ന് പുറപ്പെട്ടത്.